ത്രിയേക ദൈവത്തിന് സ്തുതി. നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശൂനോയോ നോയമ്പിലൂടെയാണ്. ശൂനോയോ, ദ ഫീസ്റ്റ് ഓഫ് ഡോർമിഷൻ ഓഫ് സെയിന്റ് മേരി, അസംഷൻ ഓഫ് സെയിന്റ് മേരി, മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ എന്ന പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നടത്തപ്പെടുന്ന ഈ നോയമ്പ് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ജനനം 25 നോയമ്പ്, ക്രൂശാരോഹണം 50 നോയമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് മാലാഖമാരാൽ എടുക്കപ്പെട്ടു എന്ന് നാം അസ്യൂം ചെയ്യുന്നതാണ് ഈ പെരുന്നാൾ. ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ 8 നോയമ്പ് നാം ആചരിക്കുന്നുണ്ടെങ്കിലും വാങ്ങിപ്പ് പെരുന്നാളാണ് സഭയുടെ 5 നോമ്പിൽ ഒന്നായി ക്രമീകരിച്ചിട്ടുള്ളത്. മാതാവിന്റെ പേരിൽ വേറെ പല പെരുന്നാളുകളും സഭ ആചരിക്കുന്നുണ്ട്. മാർച്ച് 25, നവംബർ 6 ഇവ വചനപ്പ് പെരുന്നാളും, ജാനുവരി 15, മെയ് 15 ഇവ വിത്തുകളുടെയും കതിരുകളുടെയും പെരുന്നാൾ, ഡിസംബർ 26 മാതാവിന്റെ പുകഴ്ച പെരുന്നാൾ എന്നിവയാണ്. ഓഗസ്റ്റ് 15 മർത്തമറിയം വനിതാ സമ്മാന ദിനമായി സഭ ക്രമീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കന്യകമറിയാമിന്റെ ജനനവും ബാല്യവും, എങ്ങനെ ദൈവമാതാവായി, ഇപ്പോൾ ദൈവമാതാവ് ദൈവസന്നിധിയിൽ പാപികളും ദോഷികളുമായ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നീ ചോദ്യങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. വന്ധ്യയും പ്രായമുള്ളവരുമായ ഹന്നയുടെയും വിയാക്യൂമിന്റെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും യാചനയുടെയും ഫലമായി ലഭിച്ച മകളായിരുന്നു മറിയം. ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പെൺകുട്ടി ദേവാലയത്തിൽ അടിമ വയ്ക്കപ്പെട്ട് ദേവാലയ ശുശ്രൂഷയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിച്ച് കൗമാരപ്രായത്തിൽ വിഭാര്യനും വൃദ്ധനും മക്കളുള്ളവനുമായ ജോസഫുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടു. ഇനി മുതലാണ് മേരി സെന്റ് മേരിയിലേക്ക് മാറ്റപ്പെടുന്നത്. സെയിന്റ് ജോൺ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായി. ഇതായിരുന്നു അനൻസിയേഷനിൽ കൂടി ഗബ്രിയേൽ മാലാഖ കന്യകമറിയത്തെ അറിയിച്ചത്. സെന്റ് ലൂക്ക് 1:26 മുതൽ 38 വരെ ഗബ്രിയേൽ മാലാഖ മറിയാമിനെ കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്ന അഭിസംബോധന ചെയ്താണ് ക്രിസ്തുവിന്റെ ജനനത്തെ അറിയിക്കുന്നത്. ഞാൻ പുരുഷനെ അറിയാത്ത കന്യകയാണെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ദൈവപുത്രൻ മനുഷ്യനും ദൈവവുമായി കന്യകയിൽ അവതരിച്ചു. മാതാവ് താഴ്മയും എളിമയും നിറഞ്ഞവളായി നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറുപടി പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായി തന്നെ ദൈവസന്നിധി സമർപ്പിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വത്തെയാണ്. ഒന്നാം ഹവ്വ ലോകത്തിൽ പാപം നൽകിയെങ്കിൽ രണ്ടാം ഹവ്വയായ ദൈവമാതാവ് സുപുത്രന്റെ കുരിശിലെ യാഗം മൂലം ലോകത്തിന് രക്ഷ നൽകി പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. യെശയ്യാ 7:14 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. സുവിശേഷങ്ങളുടെ നാം കണ്ണോടിക്കുമ്പോൾ മാതാവിനെ ക്രിസ്തുവിന്റെ ജനനം, യെരുശലേം ദേവാലയത്തിൽ ശീമോനും ഹന്നായും തമ്മിലുള്ള സംഭാഷണങ്ങൾ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ശീമോൻ ദേവമാതാവിനോട് പറഞ്ഞതിന്റെ പൊരുൾ കർത്താവിന്റെ കഷ്ടാനുഭവവും ക്രൂശുമരണവുമായിരുന്നു. ഹേരോദാവിനെ പേടിച്ച് ഈജിപ്തിലേക്കുള്ള യാത്ര, മടങ്ങിവരവ്, പെസഹ പെരുന്നാളിൽ ക്രിസ്തുവിനോടൊപ്പം യെരുശലേം ദേവാലയത്തിൽ പോകുന്നതും മകനെ കൂടാതെ തിരിച്ചു വരുന്നതും, തിരിച്ചു ചെന്ന മകനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ബാലനായ യേശുവിന്റെ യഹൂദന്മാരുള്ള വാദപ്രതിവാദങ്ങൾ, ഇവയെല്ലാം അമ്മ ഉള്ളിൽ സംഗ്രഹിച്ചു എന്നാണ് വേദവാക്യങ്ങളിൽ കാണുന്നത്. കാനാവിലെ കല്യാണത്തിന് തന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം പച്ചവെള്ളത്തെ മേത്തരം വീഞ്ഞാക്കിയ അത്ഭുതം തന്റെ പരിശുദ്ധ ശുശ്രൂഷ തുടങ്ങുമ്പോഴുള്ള ആദ്യത്തേതായിരുന്നു. അമ്മ ആ വീട്ടിലെ പ്രയാസം മനസ്സിലാക്കി പറഞ്ഞപ്പോൾ എനിക്ക് നിനക്ക് എന്ത് എന്ന വാക്യം പറഞ്ഞെങ്കിലും മനസ്സിലും സ്നേഹവും കരുതലുമുള്ള തന്റെ മകൻ അമ്മയുടെ മധ്യസ്ഥം സ്വീകരിച്ച് മേത്രമായ വീഞ്ഞു നൽകി ആ വീടിന്റെ പ്രയാസം പരിഹരിച്ചു. ഇവിടെയാണ് അമ്മയോട് അപേക്ഷിക്കുന്ന ആരെയും ഉപേക്ഷിക്കാതെ തന്റെ മകനോട് അപേക്ഷിച്ച് അത് സാധിച്ചു തരുന്നത്. ദൈവപുത്രൻ മനുഷ്യപുത്രനായി കുരിശും വഹിച്ചുകൊണ്ട് ഗോൽഗോഥായിലുള്ള യാത്ര കണ്ട അമ്മയുടെ രോദനം ഏവർക്കും ഹൃദയഭേദകമാണ്.
കുരിശിലെ 7 മൊഴികളിൽ പ്രധാനമായത് നാളെ കൊണ്ട് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ ദൈവപുത്രൻ മനുഷ്യപുത്രനായി തന്റെ അമ്മയെ വിശുദ്ധ യോഹന്നാനെ ഏൽപ്പിക്കുന്നതാണ്. ദൈവമാതാവിന്റെ മരണം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സുവിശേഷം അറിയിച്ച ശ്ലീഹന്മാരെ ദൈവിക ദർശനം മൂലം അറിയിച്ച് യെരുശലേമിൽ കൂട്ടിവരുത്തുകയും സംസ്കാരം നടത്തിയതായും പറയപ്പെടുന്നു. തോമാസ് ലീഹ ഇന്ത്യയിൽ നിന്ന് താമസിച്ചു വന്നതുകൊണ്ട് കല്ലറ തുറന്ന അമ്മയെ കാണാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. കല്ലറ തുറന്നപ്പോൾ അമ്മയെ കാണാനില്ല. തോമാസ് ലീഹ ഇന്ത്യയിൽ നിന്ന് മേഘം വഴിയായി ആകാശത്തിലൂടെ വരുമ്പോൾ മാലാഖ വൃന്ദങ്ങൾ അമ്മയുടെ ശരീരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവരോട് അമ്മയിൽ നിന്നുള്ള ആശീർവാദം ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ നിന്ന് ആശീർവാദം നൽകുകയും ദൈവമാതാവിന്റെ സ്വർഗം പ്രാപിച്ചതിനെ സാക്ഷിപ്പാൻ അമ്മയുടെ ഇടക്കെട്ടും കൈലേസും തോമാസിലേക്ക് നൽകി എന്നുമാണ് പറയപ്പെടുന്നത്. ഇനി ദൈവമാതാവ് ഇപ്പോൾ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? ദൈവമാതാവ് സ്വർഗത്തിൽ തന്റെ പുത്രനോട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. വാങ്ങിപ്പോയവർ ഇപ്പോഴും സജീവരായി ദൈവസന്നിധിയിൽ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. വിശുദ്ധ കുർബാന നിന്നെ പ്രസവിച്ച ദൈവമാതാവ് മറിയാമിലാണ് ആരംഭിക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുന്നത് മെസ്മൽക്കോ ദൈവമാതാവ്, സാദിക്കോ പരിശുദ്ധന്മാർ, കൊഹേനെ പുരോഹിതന്മാർ, ആനീതെ വിശ്വാസികൾ എന്നീ ക്രമത്തിലാണ്. യേശു ക്രിസ്തു കഴിഞ്ഞാൽ സഭ നൽകുന്ന മുഖ്യസ്ഥാനം ദൈവമാതാവിനാണ്. അമ്മയോടുള്ള നിരന്തരമായ മധ്യസ്ഥത സഭയ്ക്കും സഭാവിശ്വാസികൾക്കും ആത്മീയ ശക്തി നൽകുന്നു. മനുഷ്യ ജീവിതത്തിലുള്ള ഏത് പ്രയാസഘട്ടത്തിലും അമ്മയോട് അപേക്ഷിച്ചാൽ തൻ്റെ മകനോട് ആവശ്യപ്പെട്ട് നമുക്കത് നടത്തിത്തരും. ഇതിന്റെ പ്രധാന അടിസ്ഥാനം വിശ്വാസമാണ്. മാതാവ് എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളുടെ ആവശ്യത്തിൽ അതീവ ശ്രദ്ധാലുവും തന്നെത്താൻ ത്യജിക്കുന്നവളുമാണ്. നീതിമാന്മാരുടെ ഓർമ്മ നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിച്ച പുണ്യാത്മാക്കൾ പാപികളും ദോഷികളുമായ നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ തീർച്ചയായും ദൈവം സ്വീകരിക്കും. കത്തോലിക്ക സഭ ദൈവമാതാവിന് അമനോത്ഭവത്വം നൽകുന്നുണ്ടെങ്കിലും ഓർത്തഡോക്സ് സഭ ദൈവമാതാവിനെ ദൈവസന്നിധിയിലേക്കുള്ള മധ്യസ്ഥയായി മാത്രമേ കാണുന്നുള്ളൂ. മാതാവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ആരാധനയും ഓർത്തഡോക്സ് സഭയ്ക്കില്ല. ഇവിടെയാണ് റിമംബർ ആൻഡ് റിമൈൻഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്. റിമംബർ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർമ്മ മാത്രമാണ്. എന്നാൽ റിമൈൻഡ് നമ്മെ ഓർമ്മിപ്പിക്കലാണ്. ദൈവത്തിൽ നിന്ന് മാതാവിൽ കൂടി ലഭിച്ച ഓരോ അനുഗ്രഹവും നമ്മുടെ മനസ്സിലെ എക്സ്പീരിയൻസായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ നാമം ഒരിക്കലും നമ്മിൽ നിന്ന് മറന്നു പോവുകയോ ചെയ്യുന്നില്ല. അമ്മയുടെ മധ്യസ്ഥത മൂലം അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമുക്കേവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.